Hi friends, welcome back to my channel. ഇന്ന് വീണ്ടും ഒരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്രാഫ്റ്റിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ വേണ്ടത് ഇതുപോലെയുള്ള ചൂലിൻ്റെ ഈർക്കിലാണ്. നമ്മൾ തെങ്ങോലയിൽ നിന്ന് എടുക്കുന്ന ചൂലിൻ്റെ ഈർക്കിലാണിത്. ഇനി ഇതൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കണം. ഒരു ഗ്രീൻ കളർ പെയിൻ്റാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമ്മളിങ്ങനെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറിൽ എന്തെങ്കിലും ആയിട്ടൊന്ന് വിരിച്ചിട്ടിട്ട് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ്. പേപ്പറിലൊന്നും വെച്ചിട്ട് ചെയ്താൽ അത്ര നന്നാവില്ല. ആ ഒരു പെയിൻ്റൊക്കെ പേപ്പർ പിടിച്ചെടുക്കും. അപ്പോൾ ഇതുപോലെയുള്ള സ്മൂത്ത് ആയിട്ടുള്ള ഏതെങ്കിലും സർഫസിൽ വെച്ചിട്ട് മാത്രം നമ്മളിങ്ങനെ പെയിൻറ്റ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഈ ഒരു അക്രിലിക് പെയിൻ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഗ്രീൻ കളറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അത് പെയിൻറ്റ് ചെയ്യാനും തന്നെ ബ്രഷിനേക്കാളും എനിക്കൊന്നും കൂടെ ഈസി ആയിട്ട് തോന്നിയത് ഇങ്ങനെ സ്പോഞ്ച് വെച്ചിട്ട് ചെയ്യുന്നതാണ്. ആദ്യം കൊടുത്തത് ലൈറ്റ് ഗ്രീൻ കളറായിരുന്നു. അപ്പോൾ അത് അത്രയ്ക്ക് എഫക്റ്റായി വന്നില്ല. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് ഒന്നുകൂടെ ഡാർക്ക് ഗ്രീനും കൂടെ കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഈർക്കലിൻ്റെ അടിവശത്തൊന്നും കൊടുക്കുന്നില്ല. അതൊക്കെ വേസിൻ്റെ ഉള്ളിലായിട്ട് വരുന്ന ഭാഗങ്ങളാണ്. അതുകൊണ്ടാണ് കൊടുക്കാത്തത്. ഈ പെയിൻറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇതൊന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വെക്കണം. ഒരു 2-3 മണിക്കൂർ വെച്ചാൽ തന്നെ മതി. എന്നാൽ തന്നെ നല്ല രീതിയിൽ ഡ്രൈ ആയി കിട്ടും. വെയിലത്ത് വെച്ചാൽ അതിലും ഈസി ആയിട്ടാവും. അപ്പോൾ ഈർക്കിലൊക്കെ ഉണങ്ങുന്ന സമയം കൊണ്ട് കുറച്ച് റബ്ബർ സീഡ് നമുക്ക് പെയിൻറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ കുറച്ചൊരു നീളത്തിലുള്ള റബ്ബർ സീഡുകളാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ സെലക്ട് ചെയ്തെടുത്തേക്കാണ്. എന്നിട്ട് അതിനാണ് നമ്മൾ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് പെയിൻറ്റ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഇതിലൊരു ഹോൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ മുള വരുന്ന ഭാഗത്തായിട്ട് നമുക്ക് ഹോൾ ഇട്ട് കൊടുക്കാൻ കുറച്ചും കൂടി ഈസിയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ആണി എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ഹോൾ ഇട്ട് കൊടുത്താൽ മതി. ആ ഒരു ഭാഗത്ത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഹോൾ ഇട്ട് കൊടുക്കാൻ പറ്റും. ഈർക്കിൽ വെച്ചിട്ട് തന്നെ തുളച്ച് കൊടുക്കാൻ പറ്റുന്നതാണ്. ഞാനിപ്പോൾ ഒരു ചെറിയ ആണി എടുത്തിട്ടാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ബ്ലാക്കും വൈറ്റും കളറാണ് ഞാൻ ഇപ്പോൾ കൊടുക്കുന്നത്. അതൊരു കോമ്പിനേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. പിന്നെ നമ്മൾ പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു സ്പോഞ്ചിൽ ഈർക്കിൽ എന്തെങ്കിലും കുത്തി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ആ ഒരു റബ്ബർ സീഡ് വെച്ച് കൊടുത്തിട്ട് നമ്മൾ പെയിൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഒറ്റ കോട്ടിങ്ങിൽ തന്നെ നമുക്ക് അതിൻ്റെ എല്ലാ ഭാഗത്തും ആക്കാൻ പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പെയിൻറ്റ് ചെയ്ത് പിന്നെ ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് എവിടെയാണോ വെക്കുന്നത് അതിലൊക്കെ അത് ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ടൊക്കെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. വൈറ്റ് അക്രലിക് പെയിൻ്റാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഡബിൾ കോട്ട് കൊടുക്കണം. ഒന്ന് ഡ്രൈ ആയതിന് ശേഷമാണ് നമ്മൾ അടുത്തത് കൊടുക്കുന്നത്. പിന്നെ ബ്ലാക്ക് എടുത്തിട്ടുള്ള ഞാൻ ഫാബ്രിക് കളറാണ്. അതുകൊണ്ട് തന്നെ ഒറ്റ കോട്ട് തന്നെ കൊടുത്താൽ മതി. എന്നാൽ തന്നെ നല്ല സ്മൂത്തായിട്ട് നല്ല തിക്കായിട്ട് കിട്ടും. അതാണ് അക്രലിക് പെയിൻറ്റും അതുപോലെ തന്നെ ഫാബ്രിക് കളറും തമ്മിലുള്ള ഡിഫറൻസ് ആയിട്ട് മെയിനായിട്ട് വരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഈർക്കിലും അതുപോലെ കുറച്ച് റബ്ബർ സീഡും എല്ലാം പെയിൻറ്റ് ചെയ്തതൊക്കെ ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ ഒരുമിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം. അപ്പോൾ ഈർക്കിലിൻ്റെ ഏറ്റവും മുകളിലുള്ള ഭാഗത്ത് ഞാനിങ്ങനെ ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ടാണ് അത് ഒട്ടിച്ച് കൊടുക്കുന്നത്. ഫെവിക്കോൾ ഉപയോഗിച്ചാലും മതി. ഫാബ്രിക് ഗ്ലൂ ആകുമ്പോൾ കുറച്ചും കൂടി നല്ലതാണെന്നേ ഉള്ളൂ. ഈ ഗ്ലൂ എടുത്തിട്ട് നമ്മൾ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈർക്കിലിൻ്റെ ഏറ്റവും മുകളിലെ അറ്റുണ്ടാവും. അത് കുറച്ച് വണ്ണം കുറവുള്ള ഭാഗമായിരിക്കും ഈർക്കിലിൻ്റെ. ആ ഭാഗത്തൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ആ ഭാഗത്ത് പശ തേച്ചതിന് ശേഷം ഈ ഒരു റബ്ബർ സീഡ് അതിൻ്റെ നമ്മളിട്ട് കൊടുത്തൊരു ഹോൾ ഉണ്ടായിരുന്നു. ആ ഹോളിലൂടെ ഒന്ന് ഇറക്കി വെച്ചാൽ മതി. എന്നിട്ട് നമ്മൾ എപ്പോഴും എടുക്കാത്തൊരു ഭാഗത്തായിട്ട് ഇതൊന്ന് മാറ്റി വെച്ചാൽ മതി. എപ്പോഴും ടച്ച് ചെയ്യാത്തൊരു ഭാഗത്ത്. അപ്പോൾ 2-3 മണിക്കൂറാകുമ്പോൾ അത് നല്ല രീതിയിൽ സ്റ്റിക്കായി കിട്ടും. ആ ഈർക്കെല്ലാം ഒരു റബ്ബർ സീഡ് പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിങ്ങനെ എല്ലാം ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് നമുക്കൊരു വേസിലാക്കിയിട്ടൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഞാനൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ചെയ്തിട്ടുള്ളത്. അതൊരു റൂമിൻ്റെ കോമ്പിനേഷന് വേണ്ടിയിട്ട് ചെയ്തതായിരുന്നു. അപ്പോൾ അതെല്ലാം ഇങ്ങനെ ഒരുമിച്ചാക്കിയിട്ട് ഞാനൊരു വേസിലാക്കി വെച്ചിട്ടുള്ളതാണ് ഈ വീഡിയോയിൽ കാണുന്നത്. അപ്പോൾ ഈർക്കിൽ നല്ല നീളത്തിലാക്കി കൊടുത്തതുകൊണ്ട് തന്നെ കുറച്ച് നീളത്തിലുള്ളൊരു വേസിലാക്കിയിട്ടാണ് ഞാനിപ്പോൾ വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് ഫാബ്രിക് പെയിൻറ്റിൻ്റെ അക്രലിക് പെയിൻറ്റിൻ്റെ ഒക്കെ ബോട്ടിൽസ് ഉണ്ടാവും. അപ്പോൾ അതിലിങ്ങനെ തുള്ളി ബാക്കി ഉണ്ടാവും. നമുക്ക് പ്രത്യേകിച്ച് ഒരു ക്രാഫ്റ്റിനൊന്നും ഉപയോഗിക്കാൻ മാത്രം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ ഞാൻ ആ ബോട്ടിലൊക്കെ ഒഴിക്കാൻ വേണ്ടിയിട്ട് അതിലുള്ള എല്ലാ കളേഴ്സും ഇങ്ങനെ ഒരു റബ്ബർ സീഡിൽ ഇങ്ങോട്ട് ആക്കി കൊടുത്തു. എന്നിട്ട് ഇതുപോലെ അറേഞ്ച് ചെയ്തു. അപ്പോൾ ഒരു മൾട്ടി കളറായിട്ട് വെച്ച് കൊടുക്കാനും പറ്റി. കൂടുതൽ ഭംഗിയുണ്ട് കേട്ടോ. മറ്റേത് പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാത്രമായപ്പോൾ ഒരു റൂമിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തതായിരുന്നു. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് എല്ലാ റൂമിലും വെക്കാൻ പറ്റും. ഒരു പ്രത്യേകിച്ചൊരു ഡിസൈനുള്ള ഒരു റൂമൊന്നും നോക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല.
പിന്നെ നമ്മൾ ആ ഈർക്കലിന് തന്നെ ഒരു ഗ്രീൻ കളർ കൊടുത്തുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒരു ലീഫും ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ വെച്ചാൽ തന്നെ നല്ല ഭംഗിയുണ്ട് കാണാൻ. നമുക്കൊരു വലിയ ടേബിളിൻ്റെ സെൻറ്ററിലൊക്കെ ആക്കിയിട്ട് വെക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ആദ്യം കാണിച്ച ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാത്രമാക്കിയിട്ട് ഏതൊരു കോമ്പിനേഷനും നമുക്ക് ചെയ്യാൻ പറ്റും. രണ്ടാമത് ഇതുപോലെ എല്ലാ മൾട്ടി കളറായിട്ടും എല്ലാ കളേഴ്സും ഒരുമിച്ച് വെച്ചിട്ടും നമുക്ക് ഇതുപോലെ ഒരു നീളത്തിലുള്ളൊരു വേസിലാക്കിയിട്ട് വെക്കാൻ പറ്റും. ഇനി മറ്റൊരു രീതിയിൽ നമുക്കിതിനെ അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് നമ്മുടെ വീടിൻ്റെ മുറ്റത്തുള്ള ഒരു ഓർക്കിഡിൻ്റെ തൈയായിരുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് ഇതിൽ പൂക്കളൊന്നുമില്ല. അപ്പോൾ ഇതിൽ നമ്മൾ ഈ ഒരു ഈർക്കിലിങ്ങനെ കുത്തി കൊടുത്തിട്ട് ആ ഒരു ചട്ടിയിൽ തന്നെ ആക്കിയിട്ട് വെച്ചാലും കാണാൻ നല്ല ഭംഗിയാണ്. കാരണം കുറച്ച് നീളത്തിലുള്ള ലീഫ് ആയതുകൊണ്ട് തന്നെ അതിൽ നീളത്തിലുള്ളൊരു തണ്ടിൽ വന്നിട്ടുള്ളൊരു ഫ്ലവറായിട്ട് അത് ഫീൽ ചെയ്യുന്നുണ്ട് കാണാൻ. അപ്പോൾ ഇങ്ങനെ ആക്കിയിട്ട് തന്നെ നമുക്ക് ഗാർഡനിൽ വെച്ച് കൊടുത്താൽ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും പ്ലാന്റ് ആണെന്ന് തോന്നുള്ളൂ. പെട്ടെന്ന് കാണുമ്പോൾ നമ്മൾ ചെയ്തതാണെന്നൊന്നും പെട്ടെന്നൊന്നും മനസ്സിലാകില്ല. ഇതുപോലെ ഓർക്കിഡിൻ്റെ ചെടിയിൽ നല്ലട്ടോ നമുക്ക് നീളത്തിലുള്ള ഏതൊരു ലീഫുള്ള ചെടിയിലും ഇതുപോലെ വെച്ച് കൊടുക്കാവുന്നതാണ്. നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ നമുക്ക് മാറ്റി മറിച്ചൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാവുന്നതാണ്. ഇനി മറ്റൊരു രീതിയിലും കൂടി നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാം. അതും കൂടി ഞാൻ കാണിച്ചു തരാം. ഈ ഒരു വേസ്റ്റ് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വീട്ടിലുണ്ടായിരുന്ന ഒരു വേസ്റ്റ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വായ്ഭാഗം കുറച്ച് വീതി കൂടുതലുള്ളതാണ്. അതിലൊരു മാസ് അറേഞ്ച്മെൻ്റ് ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊരു ലൈൻ കം മാസ് അറേഞ്ച്മെൻ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമുക്ക് ഏതെങ്കിലും ഒരു കളറ് അതിലേക്ക് കോംബോ ആയിട്ടുള്ളൊരു കളറ് സെലക്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഒരേ രീതിയിൽ തന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഫ്ലവർ ക്രാഫ്റ്റ് ഐറ്റംസ് നമുക്ക് ഏത് രീതിയിലും അറേഞ്ച് ചെയ്ത് വെക്കാവുന്നതാണ്. അതൊക്കെ ഓരോരുത്തരുടെ ഐഡിയാസിനനുസരിച്ചൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതും ഞാൻ ടേബിളിൻ്റെ സെൻറ്ററിലായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു വേസായിരുന്നു. അപ്പോൾ അതിലേക്ക് ഈ ഒരു വൈറ്റ് കോമ്പോയിലുള്ള ഈ ഒരു ബീഡ്സും കൂടെ വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഇന്നത്തെ ക്രാഫ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. ഇനിയും റബ്ബർ സീഡ് വെച്ചിട്ട് തന്നെയുള്ള 1-2 ക്രാഫ്റ്റ് കൂടി ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസും കൂടി കഴിഞ്ഞിട്ട് മറ്റുള്ള വീഡിയോസൊക്കെ ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റായിട്ട് അറിയിക്കുക. നിങ്ങൾക്കിതിൽ ഏത് അറേഞ്ച്മെൻറ്റാണ് ഇഷ്ടമായതെന്നും കൂടെ ഒന്ന് അറിയിക്കണം. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾ എനാബിൾ ആക്കി വെക്കുക. താങ്ക്